ഹലോ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലേ. ഇന്ന് എനിക്ക് ഓഫീസിലും ലീവാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ലീവാണ്. അപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഞാനിങ്ങനെ എനിക്കായിട്ട് കുറച്ച് സമയമൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഓഫീസിൽ നിന്ന് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം എനിക്ക് ഷോപ്പ് ചെയ്യാനും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനത്തെ ആ വാച്ചും കമ്മലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ അമ്മയുടെ അടുത്തും അമ്മമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ, ഞാൻ തൃശ്ശൂർക്കാണ് പോകണേ, നൈറ്റിയോ സാരിയോ വീട്ടിലിടാനുള്ള ഡ്രസ്സുകളോ ഇന്നർവെയറുകളോ എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും വേണ്ട പറഞ്ഞു, നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോവാം. അങ്ങനെ ഞാൻ തൃശ്ശൂരെത്തി. അമ്പലത്തിൽ പോയാൽ മസാലദോശ നിർബന്ധം പോലെ എനിക്ക് തൃശ്ശൂർക്ക് പോയാൽ എന്തായാലും ബിരിയാണി നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ നേരെ അക്ഷയ ഹോട്ടലിലേക്ക് വന്നിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ബിരിയാണിയൊക്കെ വന്ന് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ട്, മുട്ടയുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബിരിയാണിയൊക്കെ ആസ്വദിച്ചിരുന്ന് പയ്യെ 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 കഴിക്കുന്നുണ്ട്. നമുക്ക് വേറെ കുറേയൊക്കെ പ്ലാനുകളുണ്ട്. അങ്ങനെ നമ്മളിതാ ബിരിയാണി കഴിച്ച് നേരെ സൂര്യ സിൽക്സിലേക്ക് വന്നിരിക്കുക, ശക്തനിലുള്ളത്. സൂര്യ സിൽക്സിൽ വന്ന് നമ്മൾ സാരി നോക്കാനാണ് മെയിനായിട്ട് വന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു കല്യാണി കോട്ടൺ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ വേറെ 2-3 സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ പറയാനുള്ളത്, സൂര്യ സിൽക്സിൽ ആടി സെയിൽ നടക്കുന്നുണ്ട്. പകുതി വിലയ്ക്കാണ് സാധനങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഷർട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സ് ടോപ്പുകളൊക്കെ ഉണ്ട്, നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സൂര്യയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കഴിക്കാനായിട്ട്, ചായക്ക് കഴിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ ഒരു ബേക്കറിക്ക് വന്നിരിക്കുക. അങ്ങനെ ഞാൻ ബേക്കറിയിൽ വന്ന് ഒരു കോൾഡ് കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കോൾഡ് കോഫി എത്തി. കോൾഡ് കോഫി നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. കോൾഡ് കോഫിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞാൻ പതുക്കെ കോൾഡ് കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വേഗം നമുക്ക് കഴിച്ച് തീർക്കണം. കാരണം അമ്മയുടെ 2 കോള് വന്നു. ഇനി 3ാമത്തെ കോളും കൂടി വരണേക്കാൻ മുന്നേ നമുക്ക് വീട്ടിൽ കയറണം. എവിടെയാണ് ചോദിച്ചിട്ട് അമ്മ വിളിച്ചു. ഇനി നേരം വൈകിയാൽ ചിലപ്പോൾ വീട്ടിൽ കയറ്റില്ല. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ കോൾഡ് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് 2-3 സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ പോട്ടെ. ടാറ്റാ.